ഹായ് ഫ്രണ്ട്സ്, വേറൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഹോണ്ട അതിൻ്റെ ഗിയർ ഓയിൽ മാറുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ മാറാം, അത് എത്രയാണ് മില്ലി, 120 മില്ലിയാണ് അത് മാറുന്നത്. അപ്പോൾ അതിന് വേണ്ട ടൂൾസ് വന്നിട്ട് ഒരു 12T അല്ലെങ്കിൽ ഒരു 12ന്റെ റിങ്സ്. അപ്പോൾ നമുക്ക് അത് ചോർത്താൻ വേണ്ടി ഒരു പേസ്റ്റ് നമുക്കിവിടെ വെച്ചിട്ട് അതാണ് ഈ ബോൾട്ടാണ്. ഇതാണ് ഡ്രെയിൻ ബോൾട്ട്. ഇത് രണ്ടും 12ന്റെ ബോൾട്ടാണ്. ഇത് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യുന്ന ബോൾട്ട്, ഇത് ഡ്രെയിൻ ബോൾട്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് അടിയിലെ ബോൾട്ടൊന്ന് യൂസ് ചെയ്യാം. എല്ലാം 6000 കിലോമീറ്റർ വെച്ച് മാറുന്നതാണ് ഏറ്റവും നല്ലത്. അത് കണ്ട, ഇതിലൊരു അലുമിനിയം വാഷുണ്ട്, അത് സൂക്ഷിച്ച് പിന്നെ നമുക്ക് ആ മേളിലെ ബോൾട്ടും കൂടെ ഒന്ന് ഇളക്കി, അതിലും ഒരു അലുമിനിയം വാഷ് വരുന്നുണ്ട്, അത് സൂക്ഷിച്ച് നമുക്ക് വേണ്ട. ഇനി ലേശം നമുക്ക് ഒന്ന് ഞൊടിച്ചായിരിക്കും, നന്നായിട്ടൊന്ന് ഡ്രെയിൻ ചെയ്തെടുത്ത് കണ്ടോ. ഇനി അത് നന്നായിട്ട് തുടച്ച് അടിയിലെ ബോൾട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. കണ്ടോ, അടുത്ത് നമുക്ക് ഇതിൽ വരുന്നത് 120 മില്ലിയാണ്. അപ്പോൾ ഇത്രയും ഓയിൽ നമുക്കങ്ങ് ഒഴിക്കാം. ഓക്കെ, വേണമെങ്കിൽ ഒരു പ്ലെയർ ഉപയോഗിച്ച് ഈ എൻഡൊന്ന് കട്ട് ചെയ്തിട്ട്, കണ്ടില്ലേ, അല്പം വണ്ടി ഒന്ന് ചരിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. ഒരു പൊടിക്ക് നമുക്ക് വേണ്ട. ഓക്കെ, പിന്നെ ഇത് ഫുൾ ടൈറ്റ് കണ്ടോ. അപ്പം ഗിയർ ഓയിൽ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഗിയർ ഓയിൽ മാറുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.